ഹലോ ഗായ്സ്, AMG GT53 എന്ന് പറഞ്ഞാൽ 7 ലക്ഷം ദിറംസോളം വിലയുള്ള ഒരു സ്പോർട്സ് കൂപ്പയാണോ എന്ന് ചോദിച്ചാൽ കൂപ്പയാണ്, ഹാഷ്ബാക്കാണെന്ന് ചോദിച്ചാൽ ഹാഷ്ബാക്കാണ്, സെഡാണെന്ന് ചോദിച്ചാൽ സെഡാനായിട്ടുള്ള ഒരു 4 ഡോർ കൂപ്പേൻ്റെ ഒരു ക്വിക്ക് ഷോർട്ട് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ഫാമിലി കാറായിട്ടും പെർഫോമൻസ് കാറായിട്ടും ട്രാക്ക് ബേസ് ആയിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാറാണ്. പ്രൈസിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ AMG ആയതുകൊണ്ട് തന്നെ 7 ലക്ഷം ദിറംസോളം വരുന്നുണ്ട്. ഒരു ക്രോം എഡിഷനും അതുകൂടാതെ മാനുഫാക്ചർ എഡിഷനും കൂടിയായിട്ടുള്ളൊരു കാറാണ്. പെട്ടെന്നുള്ളൊരു റിവ്യൂ ആയതുകൊണ്ട് തന്നെ ക്വിക്കായിട്ട് കാര്യങ്ങൾ പറയാം. ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുവാണ്, കാരണം ഇത്രയും വില കൂടിയ ഒരു കാർ ഞാൻ റിവ്യൂ ചെയ്യുന്നതിന് ആദ്യമായിട്ടാണ്. എനിക്കൊന്ന് ഏതൊരു ഓട്ടോ ബ്ലോഗറിൻ്റെ ഏറ്റവും വലിയൊരു ഡ്രീം ആയിരിക്കും ഇതുപോലുള്ള കാർ റിവ്യൂ ആണ്. വളരെ അവിചാരിതമായിട്ട് ഇവിടെ വന്നതാണ്. അപ്പോഴാണ് ഈ വണ്ടി കണ്ടതും വീഡിയോ എടുക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ ക്വാളിറ്റി ഒന്നും അത്ര ഉണ്ടാവില്ല. പക്ഷേ എങ്കിലും എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുവാണ്. വൈസ് ഈ കളർ തന്നെയുണ്ട് ഒരു പ്രത്യേകത. 11 കളർ ഓപ്ഷൻ ഉള്ളതിൻ്റെ അകത്ത് ഒരു കളർ ഓപ്ഷനാണ് ഇത്. സ്റ്റാർലിംഗ് ബ്ലൂ എന്നാണ് ഇതിന് പറയാം. പിന്നെ ഇത് കൂടാതെ അതിൻ്റെ ഏറ്റവും വലിയ ഇതെന്ന് വെച്ചാൽ ഈ എംബ്ലം കണ്ട് AMGൻ്റെ കൂടിയുള്ള ഈ എംബ്ലം FL ബാക്ക് എന്ന് ഉള്ളത്. ഇതിവിടെ ജർമ്മനിയിലെ AMG കാർസൊക്കെ ഡിസൈൻ ചെയ്തെടുക്കുന്ന സ്ഥലത്തുള്ള അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ പേരാണ് FL ബാക്ക്. അതിൽ ലെഫ്റ്റ് സൈഡിൽ ട്രീയും കൂടാതെ റൈറ്റ് സൈഡിൽ ഒരു ക്യാം ഷാഫ്റ്റ് ഒക്കെ കൂടിയുള്ള എംബ്ലം. ഈ എംബ്ലം തന്നെ മതി ഈ വണ്ടിൻ്റെ വില മനസ്സിലാക്കാൻ. ഇതിൻ്റെ അകത്ത് യുണീക്ക് ആയിട്ടുള്ള എക്സ്റ്റീരിയർ കളറായിരിക്കും ഈ മാനുഫാക്ചർ എഡിഷൻ ആകില്ല. അതുകൂടാതെ പെയിന്റ് ഫിനിഷ് ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഫിനിഷിംഗ് കൊടുക്കുക. പിന്നെ ഹൈ ക്വാളിറ്റി ഇന്റീരിയർ, ഹൈ സ്പെഷ്യലൈസ്ഡ് ക്രാഫ്റ്റ്മാൻഷിപ്പിലായിരിക്കും ഇത് ഉണ്ടാക്കിയിരിക്കുന്നുണ്ട്. പിന്നെ നാപ്പ ലെതറിൻ്റെ ഇന്റീരിയർ ഒക്കെ ആയിരിക്കും. ഫ്രണ്ടിൽ ഹെഡ്ലൈറ്റിലേക്ക് വരുമ്പോൾ LED ഹെഡ്ലൈറ്റ് ആണ്. അതുകൂടാതെ LED DRL കൊടുത്തിരിക്കുന്നത്. ഈ DRL തന്നെയാണ് ഇതിൻ്റെ ടേൺ ഇൻഡിക്കേറ്ററും കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു വെർട്ടിക്കൽ ഗ്രില്ല കൊടുത്തിരിക്കുന്നത്, ഒരു എംബ്ലം കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് റഡാറാന്ന് തോന്നുന്നു. അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോളും മറ്റുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്തൊക്കെ ചിന്തിക്കുന്നു അത്രയും ടെക്നോളജികളുള്ളൊരു വണ്ടിയാണ്. GT63 എന്ന് പറയുന്ന ഇവൻ്റെ ഒരു ജ്യേഷ്ഠം കൂടിയുണ്ട്. ട്വിൻ ടെർബോ V8 ആണ്. പക്ഷേ ഇത് ഇൻലൈൻ 6 എഞ്ചിനാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അത് പവറിലേക്ക് വരുമ്പോൾ കുറച്ച് കുറവാണെന്നേ ഉള്ളൂ. പക്ഷേ എന്നാലും എല്ലാവരും ത്രസിപ്പിക്കുന്ന തരത്തിലുള്ള പവറാണ്. പിന്നെ ലോഞ്ച് കൺട്രോൾ ഉണ്ട്, ആക്റ്റീവ് എയറോ ഉണ്ട്, കയ്യിലൊരു വിങ് ഉണ്ട്, സോഫ്റ്റ് ക്ലോസ് കൂടിയുള്ള ഡോറാണ്. ഒരു അഗ്രസീവ് ലുക്ക് പിന്നെ ഇതിൻ്റെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. 4.4 സെക്കൻഡ്സ് ആണ് സാറേ ഇവൻ്റെ മെയിൻ. അതായത് 0 to 100 എത്താൻ വേണ്ടി 4.4 സെക്കൻഡ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. 3 ലിറ്റർ ട്വിൻ ടെർബോ സൂപ്പർ ചാർജ് എഞ്ചിനാണ്. അതുകൂടാതെ ഇതിൻ്റെ അകത്തൊരു അഡ്വാൻസ്ഡ് ടെക്നോളജി കൂടി ഉപയോഗിച്ചിട്ടുണ്ട്. EQ ബൂസ്റ്റ് എന്ന് പറഞ്ഞത് 2017 തൊട്ടിട്ടുള്ളൊരു ടെക്നോളജിയാണ്. EQ എന്ന് പറഞ്ഞാൽ അറിയായിരിക്കും, ബെൻസിൻ്റെ ഇലക്ട്രോണിക് കാറുകളിലൊക്കെ ഉള്ള ഒരു ടെക്നോളജിയാണ്. ഇതിൻ്റെ അകത്തൊരു മൈൽഡ് ഹൈബ്രിഡ് സിസ്റ്റം ഉപയോഗിച്ചിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. 48 വോൾട്ടിൻ്റെ ഒരു ഹൈബ്രിഡ് സിസ്റ്റമാണ്. പെർഫോമൻസ്, എഫിഷ്യൻസി, അതുകൂടാതെ ഇൻസ്റ്റന്റ് ടോർക്ക്, പിന്നെ ത്രോട്ടൽ റെസ്പോൺസ് ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇൻ്റഗ്രേറ്റഡ് സ്റ്റാർട്ടർ ജനറേറ്റർ കൊടുത്തതാണ്. അതിൻ്റെ ഏറ്റവും വലിയൊരു ഇതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ടെർബോ ലാഗൊന്നും ഉണ്ടാവില്ല. കൂടാതെ നിങ്ങൾക്ക് ആ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടണിലുള്ള കാറുകളുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും ഒരു ചെറിയ ലാഗ്, അതുപോലെ ഇതിൽ ഫീൽ ചെയ്യില്ല. അതുകൂടാതെ തന്നെ ഈ EQ എഞ്ചിനിൽ നാനോ സ്ലൈഡ് ടെക്നോളജി എന്ന് പറഞ്ഞൊരു ടെക്നോളജി വെച്ച് നമ്മളെ സിലിണ്ടറിൻ്റെ ബോളൊക്കെ കോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പവർ ലോസ് ഒന്നും ഉണ്ടാവില്ല. മാത്രമല്ല പെട്ടെന്നുള്ള ഫ്രിക്ഷനൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള ടെക്നോളജി. ഈ EQ ബൂസ്റ്റ് സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു ബാറ്ററി ഉണ്ട്. ആ ബാറ്ററി ചാർജ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വണ്ടി ഡീക്സലറേറ്റ് ചെയ്യുമ്പോൾ, അതുകൂടാതെ വണ്ടി ബ്രേക്കൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു കൈനറ്റിക് എനർജിയിൽ നിന്നാണ് നമ്മളെ ബാറ്ററിൻ്റെ ഒരു പവറും ഒരു ചെറിയൊരു സപ്പോർട്ടും കൂടി ഉള്ളതുകൊണ്ട് തന്നെ, അതായത് ഓൾമോസ്റ്റ് 21 HP 184 ഫുട് പൗണ്ട് ഓഫ് ടോർക്കാണ് ഈ ഒരു ചെറിയൊരു സാധനം കൊടുത്തിരിക്കുന്നത്. ആ ഒരു മൈൽഡ് ഹൈബ്രിഡ് ടെക്നോളജി കൂടിയുള്ള ഒരു എഞ്ചിനാണ് ഇതിന്. ഗിയർ ബോക്സിലേക്ക് വരുമ്പോൾ ഹൈ പെർഫോമൻസ് ആയിട്ടുള്ള ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്. 9 സ്പീഡ് TCT ട്രാൻസ്മിഷനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കൺവേർട്ടർ ടെക്നോളജിയോട് കൂടിയിട്ടുള്ള ഈ ട്രാൻസ്മിഷൻ, അതായത് ഹൈ ടോർക്ക് ഹാൻഡിൽ ചെയ്യാനും അതുപോലെ തന്നെ ഡയറക്റ്റ് ഡ്രൈവ് ഫീലൊക്കെ കിട്ടാൻ തരത്തിലുള്ളൊരു ഗിയർ ബോക്സ് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. എക്സിക്യൂട്ടീവ് വിമാനത്തിൻ്റെയൊക്കെ കോക്പിറ്റ് പോലെയുള്ള ഒരു ഇന്റീരിയർ ആണ്. ഞാൻ ആദ്യമായിട്ട് ഇത്രയും വില കൂടിയ ഒരു വണ്ടിയുടെ ഇന്റീരിയറിൽ ഇരിക്കുന്നത് തന്നെ. എവിടെ തുടങ്ങണം, എന്ത് ചെയ്യണം, എവിടെ ഷൂട്ട് ചെയ്യണമെന്ന് അറിയില്ല. പുറകെ കുറേ ആൾക്കാരുണ്ട്, അവരൊക്കെ വണ്ടി കാണാൻ വേണ്ടി കാത്തിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇന്റീരിയർ നേവ ഗ്രേ ആൻഡ് ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഇന്റീരിയർ ആണ് കൊടുത്തിരിക്കുന്നത്. നാപ്പ ലെതർ കൊണ്ടാണ് ഇത് ഫുള്ള് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ മൊത്തത്തിലൊരു ബ്രഷ്ഡ് അലൂമിനിയത്തിൻ്റെ പതിവ് ശൈലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ബട്ടണിലും കാര്യങ്ങളൊക്കെ. സീറ്റ് ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. പിന്നെ അതിൽ സീറ്റിൽ തന്നെ 5-6 ഫീച്ചേഴ്സ് ഉണ്ട്. ഒന്ന് വെന്റിലേറ്റഡ്, അതുകൂടാതെ ഹീറ്റഡ് സീറ്റാണ്, അതുകൂടാതെ മെമ്മറിയോട് കൂടി ഒരു സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. മസാജർ ഉണ്ട്, അത് പതിവ് AMG വണ്ടിയിലുള്ള മസാജർ ഉണ്ട്. പിന്നെ ബോൾസ്റ്റർ, ലംബാർ സപ്പോർട്ടൊക്കെ ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഉണ്ട്. ഈ മസാജ് തന്നെ 3 ഓപ്ഷൻസ് ഉണ്ട്. സോ ഇത്രയൊക്കെയാണ് സീറ്റിലേക്ക് വരുമ്പോൾ. പിന്നെ അതുകൂടാതെ AMGയുടെ ഒരു ബാഡ്ജിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാം കൊണ്ട് ഒരു ക്ലാസ് ലുക്കുള്ള ഒരു ഇന്റീരിയർ തന്നെ. ഇത് തൊടുമ്പോൾ തന്നെ പേടിയാണ് നമ്മൾ കൈ കാണുന്ന അഴുക്കൊക്കെ ആവും. ഇനി സ്റ്റിയറിംഗിലേക്ക് വരുമ്പോൾ മൾട്ടി ഫംഗ്ഷനുള്ള സ്റ്റിയറിംഗ് ആണ്. എന്തൊക്കെയാണെന്നുള്ളതെന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡിൽ ഫുള്ള് നമ്മുടെ ഡ്രൈവറെ ക്ലസ്റ്ററൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ടച്ച് പാഡ്, നമ്മളൊരു മൗസ് പോലുള്ള ഒരു പാഡ് കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ നമ്മുടെ സെൻട്രൽ ക്ലസ്റ്റർ, അതായത് നമ്മളെ സെൻട്രൽ ഡിസ്പ്ലേ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഏറ്റവും എടുത്തു പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു ബട്ടണാണ്. ഈ ബട്ടണാണ് നമ്മൾ ഡ്രൈവ് മോഡ് സെലക്ട് ചെയ്യുന്നത്. സ്പോർട്ട് പ്ലസ് ആണ് ഏറ്റവും അഗ്രസീവ് ആയിട്ടുള്ള സ്പോർട്സ് മോഡ് സെലക്ട് ചെയ്യാനുള്ള ബട്ടൺസ് ഒക്കെ ഈ ഒരു ഡയലാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ 2 ഡയലുണ്ട്, ലെഫ്റ്റും റൈറ്റിലും. പിന്നെ ഒരുപാട് ബട്ടൺസ് ഉണ്ട്. മീൻസ് സസ്പെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത്, പിന്നെ ട്രാക്ഷൻ കൺട്രോൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്, പിന്നെ ട്രാക്ക് പാഡ് കൊടുത്തിട്ടുണ്ട്. ട്രാക്ക് പാഡ് ഒക്കെ സെലക്ട് ചെയ്ത് ട്രാക്ക് ഓറിയന്റഡ് വണ്ടി കൂടിയാണ്. പിന്നെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ്, എക്സോസ്റ്റിനൊക്കെ കൂടിയിട്ടുള്ള ഈ ബട്ടൺ സെന്റർ കൊടുത്തിരിക്കുന്നത്. പിന്നെ സൺറൂഫോട് കൂടിയുള്ള ഇന്റീരിയർ കൊടുത്തിരിക്കുന്നത്. സീംലെസ് ആയിട്ടുള്ള ഓട്ടോ ഡിമ്മിങ്ങോട് കൂടിയ സെൻട്രൽ മിറർ. പിന്നെ എടുത്ത് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മൊത്തത്തിലുള്ള ഒരു ഡിസ്പ്ലേന്റെ ഒരു ക്ലാരിറ്റിയും അതിന്റെ ഒരു ഫീഡ്ബാക്ക് ഒക്കെ എന്താ പറയാം, അറ്റൻഷൻ ടു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ വണ്ടി. പിന്നെ 14 സ്പീക്കറോട് കൂടിയിട്ടുള്ള ബെർമിസ്റ്ററിന്റെ ഒരു സൗണ്ട് സിസ്റ്റം കൊടുത്തിരിക്കുന്നത്. ഈ സ്ക്രീനിലേക്ക് വരുമ്പോൾ 12.3 ഇഞ്ചിന്റെ 2 സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല ടച്ച് ആണ് സ്ക്രീൻ. ഈ വണ്ടിയുടെ ഇൻഫർടൈൻമെന്റ് സിസ്റ്റത്തിലേക്ക്
വരുമ്പോൾ MBUX എന്ന് പറഞ്ഞൊരു മെർസിഡീസ് ബെൻസ് യൂസർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം കൂടി ഉണ്ട്. ഇതിൻ്റെ അകത്ത് AI പവേർഡ് ആയിട്ടുള്ളൊരു മൾട്ടിമീഡിയ സിസ്റ്റമാണ്. ഹൈ റെസൊല്യൂഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതുകൂടാതെ ടച്ച് സ്ക്രീനാണ്, പിന്നെ ഗസ്റ്റർ കൺട്രോൾ ഉണ്ട്, പിന്നെ അതുകൂടാതെ മെർസിഡീസ് മീ എന്ന് പറഞ്ഞൊരു കണക്ഷൻ കൂടി ഉണ്ട് ഇതിനകത്ത്. അതായത് അഡ്വാൻസ് ആയിട്ടുള്ള ഒരു കണക്ടിവിറ്റി ഫീച്ചർ കൂടിയുണ്ട്. അതുകൂടാതെ പേഴ്സണലൈസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഈ സ്ക്രീന് കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ മ്യൂസിക് തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ലൗഞ്ച്, റേസ്, സ്റ്റാൻഡേർഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൂടാതെ എന്ന് പറഞ്ഞാൽ 64 ആംബിയൻ ലൈറ്റ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എല്ലാ ഫീച്ചേഴ്സ് ഒന്നും എടുത്ത് പറയുന്നില്ല എങ്കിലും കുറച്ച് ഫീച്ചേഴ്സ് പറയാം. 360 ഡിഗ്രി ക്യാമറയെ കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ ആക്റ്റീവ് ഡിസ്റ്റൻസ് അസിസ്റ്റ് വിത്ത് പാർക്ക് ട്രോണിക് തന്നെ സംവിധാനമുണ്ട്. ആക്റ്റീവ് സ്റ്റിയറിംഗ് അസിസ്റ്റ് ഉണ്ട്, അഡാപ്റ്റീവ് ഹൈ ബീം ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ് AMGന്റെ കാർബൺ ഫൈബർ ട്രിമ്മൽ ആഡിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ AMGന്റെ ഡൈനാമിക് സെലക്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. AMG സ്റ്റിയറിംഗ് വീല്, അതുകൂടാതെ AMGന്റെ ഫ്ലോർ മാറ്റ്, പിന്നെ ഫ്യൂൽ ക്യാപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഡോർസിലൊക്കെ ഒരു AMGന്റെ ടച്ച് കൊടുത്തിട്ടുണ്ട്. AMGന്റെ റൈഡ് കൺട്രോൾ സിസ്റ്റം, പിന്നെ AMGന്റെ സ്പീഡ് ഷിഫ്റ്റ്, ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ റൂട്ട് നാവിഗേഷൻ ഒക്കെ കാണാനുള്ള ഓപ്ഷൻ വേറെയുണ്ട്. ബ്ലൈൻഡ് സ്പോട്ട് അസിസ്റ്റ്, റിഫ്ലക്റ്റഡ് ലാമിനേറ്റഡ് ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി റിയർ സീറ്റിലേക്ക് വരുമ്പോൾ റിയർ സീറ്റിൽ ബെഞ്ച് സീറ്റ് തന്നെയാണ്, പക്ഷേ 3 പേർക്ക് ഇരിക്കാനുള്ള തരത്തിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി റബ് ലിമിറ്ററുള്ള എക്സോസ്റ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്നും സൗണ്ടൊന്നും കൂട്ടാൻ പറ്റില്ല. എന്തായാലും ഞാൻ സൗണ്ട് കേൾപ്പിച്ചു തരാം. പിന്നെ ഈ ഇലക്ട്രോണിക് ഓപ്പറേറ്റഡ് വിങ് 3 ഡിഫറെൻറ്റ് മോഡുള്ളൊരു വിങ് ആണ്. അത് നമ്മുടെ സ്പീഡിനനുസരിച്ച് ഈ വിങ്ങിൻ്റെ ആംഗിൾ മാറും. ഇപ്പോൾ 120 ഡിഗ്രി ഒക്കെ ആണെങ്കിൽ അറൗണ്ട് 5.1 ഡിഗ്രി വരെ മാറുന്നൊരു വിങ് ആണ്. ആംഗിൾ ഫെറ്റൊക്കെ കൂട്ടുന്നൊരു വിങ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും സ്പോയിൽ ചെയ്യാൻ പറ്റും, സ്പീഡിനെ കൺട്രോൾ ചെയ്യാനൊക്കെ. ആക്റ്റീവ് എയർ ഉള്ള ഒരു വണ്ടിയാണെന്ന് പറഞ്ഞാൽ പിന്നെ ലോഞ്ച് കൺട്രോൾ ഉണ്ട്. പിന്നെ മാനുവലി ഓപ്പറേറ്റഡ് ആണ് ഈ വിങ്. ഡയമെൻഷനിലേക്ക് വരുമ്പോൾ വീൽ ബേസ് 116.2 ഇഞ്ചാണ്. ലെങ്ത്തിലേക്ക് വരുമ്പോൾ 199 ഇഞ്ച് ലെങ്ത് ഉള്ള ഒരു കാറാണ്. പിന്നെ വിഡ്ത്തിലേക്ക് വരുമ്പോൾ 76.9 ഇഞ്ച് വിഡ്ത്ത് ഉണ്ട്. പിന്നെ 21 ഇഞ്ച് ക്രോസ് സ്പോക്ക് AMG ഫോർജ്ഡ് വീലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ GT53 യൂസ് ചെയ്തിരിക്കുന്ന M256 എന്ന് പറയുന്ന ഇൻലൈൻ 6 സിലിണ്ടർ എഞ്ചിന്, അതായത് 425 ഹോഴ്സ് പവറും 384 ഫുട്ട് പൗണ്ട് ഓഫ് ടോർക്കും തരുന്ന എഞ്ചിന്റെ എക്സോസ്റ്റ് നോട്ട് കൂടി കേൾക്കാം. ബോർഡ് എക്സോസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് മെർസിഡീസ് ബെൻസിന്റെ MRA അഥവാ മോഡുലാർ റിയർ ആർക്കിടെക്ചർ പ്ലാറ്റ്ഫോമിൽ, അതായത് ഈ ക്ലാസ് അതേപോലെ തന്നെ CLS ക്ലാസിന്റെ ഒക്കെ ബേസ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷനിലുള്ള ഈ വണ്ടിയുടെ ചുരുക്കം ചില വിശേഷങ്ങൾ. താങ്ക് യു ഫോർ വാച്ചിങ്.